Hello everyone, I'm Faiz K. I'm from AIMS Nagpur. I'm your physics faculty. So ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ഏതാണ്? ഗ്രാവിറ്റേഷൻ. ഓക്കെ, സോ ഗ്രാവിറ്റേഷനിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്തൊക്കെ? Kepler's laws, universal law of gravitation, the gravitational constant, then acceleration due to gravity of the earth, acceleration due to gravity below and above the surface of earth, gravitational potential energy, then escape speed, then about satellites, then energy of an orbiting satellite. Okay, so നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഇത് പഠിക്കാം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, കെപ്ലർസ് ലോ നമ്മൾ പിന്നെ വരും. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്? നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതൊക്കെ അറിയാലോ. സോ ലെറ്റ് മീ റൈറ്റ് ഹിയർ. ഓക്കെ, the universal law of gravitation. Simple. See, I have two masses. First mass is m1 and second mass is m2. Okay, is separated by a distance of small r. Okay, then the gravitational force acting between mass 1 and mass 2, that is force acting between m1 and m2, that is ഞാൻ ഇവിടെ F കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. F is directly proportional to both masses. Both masses. And F is inversely proportional to square of the separation between them. So inversely proportional to square of the separation between them. So ഞാൻ ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ, F directly proportional to m1 m2 divided by r square. ഓക്കെ, സോ എനിക്ക് ഇവിടെ എന്തുണ്ട്? ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരൂലേ, അതാണ് നമ്മള് G. F is equal to G m1 m2 divided by r square. F is equal to G m1 m2 by r square. Easy. Okay, correct? Yes. ഈ G ആണ് നമ്മൾ ആര്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. G ആണ് നമ്മൾ ആര്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ ജിയുടെ വാല്യൂ കാണാൻ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് അവര്. അങ്ങനെ ജിയുടെ വാല്യൂ ലാസ്റ്റ് ആരാ കണ്ടുപിടിച്ചത്? സിൻസ് Cavendish experiment, the measurement of G has been refined and the currently accepted value of G ഏതാണ്? G is equal to 6.67 into 10 raised to minus 11 Newton meter square by kilogram square. Okay, so gravitational constant G. Gravitational constant G. ഓക്കെ, അതിന്റെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ അതിന്റെ യൂണിറ്റ് ഡയമെൻഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമുക്ക് ഏത് നോക്കാം? അതിന്റെ വാല്യൂ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G is equal to 6.67 into 10 raised to minus 11 Newton meter square by kilogram square. Easy. Okay, then so ജിയുടെ യൂണിറ്റ് ഏതാ? ജിയുടെ യൂണിറ്റ് വാല്യൂ തന്നെ ഉണ്ട്. എന്താണ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. കറക്റ്റ്? യെസ്. ഇനി ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? ജിയുടെ ഡയമെൻഷൻ വരുന്നത്, ഓക്കെ, കാണാതെ പഠിച്ചോ. ജിയുടെ ഡയമെൻഷൻ വരുന്നത് m raised to minus 1 L cube T raised to minus 2. ഇനി എങ്ങനെയാ വന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളെ യൂണിറ്റിലെ നമ്മളെ കയ്യിൽ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. സോ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്തിലേക്ക് പോകാം? ഡയമെൻഷനിലേക്ക് ഈസി ആയിട്ട് പോകാം, അല്ലേ? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ കിലോഗ്രാം സ്ക്വയർ. സോ ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ആക്ച്വൽ ന്യൂട്ടൺ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എനിക്ക് ഇവിടെ കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ കൊടുക്കാം ഇൻറ്റു മീറ്റർ സ്ക്വയർ. ഇനി എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കറക്റ്റ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? സോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ
into meter divided by kilogram square. Correct. Newton meter square by kilogram square. So kilogram into kilogram. Okay. Newton meters. Okay. Correct. ഈ meter per second square ഇതാണ് m into a. That is force. Newton. m square. Okay. m square. Okay. ഇനി ഇത് നമുക്ക് എന്തൊക്കെ ഒരു kg വട്ടം. ഇനി ബാക്കി നമുക്ക് എന്തുണ്ട്? meter raised to cube, second raised to -2 and kg raised to -1. kg എന്താണ്? kg is mass only. m raised to -1. Okay. meter is length l cube, then time raised to -2. ഈസി ആയിട്ട് കിട്ടിയില്ലേ? സോ ഡയമെൻഷൻ പഠിച്ചു, അതിന് വാല്യൂ പഠിച്ചു. വാല്യൂ എന്താണ്? 6.67 into 10 raised to -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ per kilogram square. Okay. Easy. Yes. Okay. So yeah, the universal law of gravitation അങ്ങനെ നമ്മൾ അതിന്റെ പഠിച്ചു. ഓക്കെ. എൻസെറ്റിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. യെസ്, ഇതാണ്. ഓക്കെ. അതിന്റെ വെക്ടർ ഫോമിലേക്ക് വരുമ്പോൾ gm1m2 by വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ക്യൂബ് എടുക്കുക, എന്നിട്ടോ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈസി. ഓക്കെ. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യാം? ചെയ്തു പോകാം. കറക്റ്റ്. യെസ്, കറക്റ്റ്. ഇനി ഇതിൽ വല്ല ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ. ഓക്കെ, അത് ഞാൻ പ്രോബ്ലം റീഡ് ചെയ്യാം. Three equal masses of m kg. Three equal masses of m kg. Each are fixed at the vertices of an equilateral triangle ABC. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സോ എല്ലാത്തിന്റെയും സൈഡ് സെയിം എ. കറക്റ്റ്. അതിന്റെ വേർട്ടിസസിൽ ഞാൻ എന്ത് വെച്ചു? ഓക്കെ, ഓരോ വെർട്ടിസസിലും ഈക്വൽ മാസ്, ദാറ്റ് ഈസ് സ്മോൾ എന്ന് വെച്ചു. കറക്റ്റ്. ഓക്കെ, ട്രയാങ്കിൾ ABC ആണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മാസ് 2m placed at the centroid G of the triangle? Centroid G of the triangle. Okay. So എന്ത് ചെയ്ത് ഞാൻ ഇതിന്റെ സെൻട്രോയിഡില് എന്ത് വെച്ചു? ഒരു മാസ് വെച്ചു. മാസ് എത്രയാണ്? ആ മാസ് 2m ആണ്. ഞാൻ സെൻട്രോയിഡിൽ വെച്ച മാസ് എത്രയാണെടാ? സെൻട്രോയിഡിൽ വെച്ച മാസ് 2m. അതുമേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണേണ്ടത്. വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മാസ് 2m പ്ലേസ്ഡ് അറ്റ് ദ സെൻട്രോയിഡ് G ഓഫ് ദ ട്രയാങ്കിൾ? എൻസൈഡിൽ ബ്യൂട്ടിഫുള്ളി നല്ലൊരു ഡയഗ്രം വരച്ചിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ ഡയഗ്രാം വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിന് മുമ്പ് ഇത് ഞാൻ വായിച്ചു പോകാം. ഓക്കെ, the angle between, okay, actually this is centroid point. Correct. This is centroid. G point is our centroid. G point ആണ് നമ്മുടെ സൈഡ്. അവിടെയാണ് മാസ് 2m ഉള്ളത്. ഓരോ വെർട്ടിസസിലും എന്തുണ്ട്? ഓരോ മാസ് m ഉണ്ട്. കറക്റ്റ്. ഈസി അല്ലേ? ട്രയാങ്കിൾ ABC ആണ്. Angle between GC and what is GC? C is the C. Okay, one vertex ആണ് C. The positive x-axis is 30 degree, and so it's the angle between GB and the negative x-axis. The neutral forces in vector. Okay. So ഇത് സെൻട്രോയിഡ് ആണല്ലോ, ഒരു സെൻട്രോയിഡ് ആണ്. സോ ഇവിടെയുള്ള ആംഗിൾസ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. സോ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളും 30 ആയിരിക്കും, ഈ ആംഗിളും 30. കാരണം ഒരു ആംഗിൾ 60. കറക്റ്റ്. സോ ഈ ആംഗിൾ എത്ര? 30. സോ ഇത് രണ്ടും 30 ആണെങ്കിൽ ഇത് മൊത്തത്തിൽ എത്രയായിരിക്കും? 30, 60, 120 റിമൈനിങ്. 120. അത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ? ഇവിടെ 60, ഇവിടെ 60. സോ ഇത് 60 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഒബ്വിയസ്ലി ഓട്ടോമാറ്റിക്കലി 30 ആയിരിക്കും. കറക്റ്റ്. യെസ്. സോ അങ്ങനെയാണ് ആംഗിൾസിന്റെ കളി വരുന്നത്. യെസ്. സോ ആംഗിൾസ്. ഓക്കെ, നമുക്ക് ഈ ആംഗിൾ മാത്രം അറിഞ്ഞാൽ മതി പ്രോബ്ലം ചെയ്യാൻ. സോ ഈ ആംഗിൾ എത്രയാണ്? 30. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനി ഓരോ ഞാൻ വെക്ടർ വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലാണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം? ഫോഴ്സിനെ റെസൊല്യൂട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് കാണിച്ചു തരാം. നോക്കിക്കോളെ. ഓരോ ഫോഴ്സും. ഓക്കെ, ഫസ്റ്റ് ഞാൻ നോക്കിയോ എയിലുള്ള മാസ് അതാണ് m. അത് ഈ 2m എന്ത് ചെയ്യും? യെസ്, ഫോഴ്സ് ഇങ്ങോട്ടേക്കില്ലേ? യെസ്. ഓക്കെ, അതേപോലെ ബി വെർട്ടെക്സിലുള്ള സ്മോൾ മാസ് m ഇങ്ങോട്ടേക്ക് ഫോഴ്സ്. അതേപോലെ C വെർട്ടെക്സിലുള്ള അട്രാക്ട് ചെയ്യത്തില്ലേ? യെസ്. സോ ഇതാണ് മൂന്ന് ഫോഴ്സിന്റെ ഡയറക്ഷൻ.
ഓക്കെ യെസ്. ഇനി നമ്മൾ ഇവിടെ എന്തെടുത്തു? എൻസിആർടി അവർ ചെയ്തതുപോലെ പറയുകയാണെങ്കിൽ എന്തെടുത്തു? ഇതെന്താക്കി എടുത്തു? വൈ ആക്സിസ്. ഓക്കെ, അത് എക്സ് ആക്സിസ് എടുത്തു. മറ്റേത് എന്താ ആക്സിസ്? വൈ ആക്സിസ്. സോ അലോങ് വൈ ആക്സിസ് ജെ ക്യാപ്പ് അല്ലേ? എയിലുള്ള സ്മോൾ മാസ് എമ്മും ജിയിൽ വെച്ചിരിക്കുന്ന സ്മോൾ മാസ് 2 mm. ഓക്കെ, ജെ ക്യാപ് ഡിറക്ഷനിലെ ഫോഴ്സ് ഉണ്ടാവുക. ദാറ്റ് ഫോഴ്സ് വി ക്യാൻ റൈറ്റ് ജി ഇൻറ്റു ജി എം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഞാൻ ജസ്റ്റ് എന്താക്കി എടുത്തു? 1 ആക്കി എടുത്തു. ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1. കാരണം എല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. യെസ്, ഒരേ ആംഗിൾ ആണ്. സോ എല്ലാം ഈക്വൽ ആയിരിക്കും. സോ സോ എഫ് ജി എ ജി എം എം ഇൻറ്റു 2m ജെ ക്യാപ്. ഓക്കെ, ഇനി ജി ബി, ബിയിലുള്ള മാസ് നോക്ക്. അത് എങ്ങോട്ടേക്കാ ഫോഴ്സ് വരുന്നത്? രണ്ട് കോമ്പണന്റ് ഇല്ലേ ആ ഫോഴ്സിന്? അതിനെങ്ങനെ നമുക്ക് റെസൊല്യൂട്ട് ചെയ്യാം? കാണിച്ചു തരാം. സോ ഈ ഫോഴ്സിനെ, ഈ ഫോഴ്സിനെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണന്റ് കിട്ടും, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണന്റ് കിട്ടും അല്ലെ? മൈനസ് ഐ ക്യാപ്പിലും കിട്ടും, മൈനസ് ജെ ക്യാപ്പിലും കിട്ടും അല്ലെ? മൈനസ് ഐ ക്യാപ്പിലും കിട്ടും, മൈനസ് ജെ ക്യാപ്പിലും കിട്ടും. മൈനസ് ഐ ക്യാപ്പ്, ഈ ആംഗിൾ ഇതാണ്, ഈ ആംഗിൾ 30 ആണ്, ഈ ആംഗിൾ 30 ആണ്. സോ മൈനസ് ഐ, ഓക്കെ, മൈനസ് ഐ കോസ് 30 മൈനസ് ജെ സൈൻ 30. ആസ് ഈസി ആസ് ദാറ്റ്. സോ ഇതാണ്, ഇങ്ങനെയാണ് റെസൊല്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എഫ് ജി സി, സിയിലുള്ള മാസ് നോക്കിയോ, ഇങ്ങോട്ടേക്കല്ലേ ഫോഴ്സ്? അതെനിക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണന്റ് കിട്ടും, അതേപോലെ ഇങ്ങോട്ടേക്ക് ഒരു കോമ്പണന്റ് കിട്ടും. അത് പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. സോ പ്ലസ് ഐ കോസ് 30 മൈനസ് ജെ സൈൻ 30. ഓക്കെ, കറക്റ്റ്. സോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് പോയാല് നമുക്ക് എന്താ കിട്ടുന്നത്? നെറ്റ് ഫോഴ്സ് 0. നെറ്റ് ഫോഴ്സ് 0 കിട്ടുക. കാരണം എന്തുകൊണ്ടാണ് നെറ്റ് ഫോഴ്സ് 0 കിട്ടുന്നത്? എന്തുകൊണ്ടാ? കാരണം ഈ 3 മാസം എന്താ ചെയ്യുന്നത്? 3 മാസം അട്രാക്ട് ആണ് ചെയ്യുന്നത്. 3 മാസം അട്രാക്ട് ചെയ്യുന്നു. പിന്നെ ഈ 3 മാസത്തിനും നമ്മൾ 2m ഡിസ്റ്റൻസ് സെയിം. സോ ഒരേ മാസ്, ഒരേ ഡിസ്റ്റൻസ്. പിന്നെയോ ഡിറക്ഷൻ നോക്കിക്കോ, ഡിറക്ഷൻ അല്ലേ? അതായത് എന്ത് ലാസ്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്ത് എന്താവുന്നു? 0 ആവുന്നു. സോ നമുക്ക് എന്താ കിട്ടുന്നത്? The resultant gravitational force is 0 because one expects on the basis of symmetry. Symmetry is there, that the resultant force out to be 0. Okay. In the B part ഉണ്ടല്ലോ, എന്താണ് B part? What is the force if the mass m, if the mass at the vertex A is doubled? Okay, ഇവിടെ ഡിസ്റ്റൻസ് 1 meter എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് വെർട്ടെക്സ് എയിലുള്ള മാസ് ഡബിൾ ചെയ്തു. വെർട്ടെക്സ് എ മാസ് 2m ആക്കി. ഓക്കെ, അപ്പൊ എന്തായിട്ടും നെറ്റ് ഫോഴ്സ് 0 ആവത്തില്ല. സിമെട്രി എന്ത് ചെയ്തു? സിമെട്രി ലോസ്റ്റ് ചെയ്തു. സിമെട്രി പോയാൽ പിന്നെ ഇവിടെ 0 ആവത്തില്ല. വി വിൽ ഗെറ്റ് എ സർട്ടൻ വാല്യൂ. എൻസിആർടി ബ്യൂട്ടിഫുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്തു പോകാം. ഓക്കെ, യെസ് കറക്റ്റ്. സോ വി ആർ മൂവിങ് ടു our next acceleration due to gravity. Acceleration due to gravity. Yes. Then acceleration due to gravity below and above the earth. Okay, അതിന്റെ വേരിയേഷൻ പഠിക്കാം. ഓക്കെ, ഈസി അല്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് acceleration due to gravity. Acceleration due to gravity. This is also known as gravitational field. Okay, gravitational field. നമ്മളെപ്പോഴും ഫീൽഡ് എങ്ങനെയാ പറയുന്നത്? ഫീൽഡ് എപ്പോഴും പറയുന്നത് ഫോഴ്സ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രിക് ഫോഴ്സ് ബൈ ചാർജ്. അതുപോലെ ഇവിടെ നമ്മൾ ഫീൽഡ് എങ്ങനെയാ പറയുന്നത്? നമ്മൾ ഫീൽഡ് പറയുന്നത് സിംപ്ലി ഫോഴ്സ് ബൈ മാസ്, യൂണിറ്റ് മാസ്. ഓക്കെ, സോ നമ്മളെ ഫീൽഡ് ഫോഴ്സ് എന്താണ്? ജി എം. ഓക്കെ, ഇപ്പൊ ഏർത്തും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഏർത്തിന്റെ മാസ് ക്യാപിറ്റലും ജി എം ബൈ r square divided by mass m. m cancel ചെയ്യാൻ പറ്റും. So we will get a field equal to gm by r square. Actually field എന്താണ്? That is what? Small g. So we got an equation, correct? So small g equal to gm by r square.
കറക്റ്റ്. ഈസി അല്ലേ? യെസ്. ഇനി ഈ ജിയുടെ വാല്യൂ വരുന്ന എത്രയാണ്? സോ ജി ആക്ച്വലി gravitational constant g into mass of the earth divided by radius of earth square. ഇതാണ് acceleration of gravity in case of earth. ഓക്കെ, ഞാനിവിടെ എർത്തിന്റെ മാസും എർത്തിന്റെ റേഡിയസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എർത്തിന്റെ മാസം എത്രയാണ്? എർത്തിന്റെ മാസം വരുന്നത് 6 × 10⁻²⁴ kg ആണ്. എർത്തിന്റെ റേഡിയസ് വരുന്നത് 6400 കിലോമീറ്റർ ആണ്. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ജിക്ക് ഒരു വാല്യൂ കിട്ടും. ആ ജിയുടെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്താന്ന് പറയാൻ പറ്റും? 9.8 m/s² എന്ന് പറയാൻ പറ്റും. ഈസി അല്ലേ? കറക്റ്റ്. യെസ്. ഇനി നമുക്ക് ഈ ജി ഒരു ഇക്വേഷൻ കിട്ടി, ജി × m/r². ഇനി ഡെൻസിറ്റിന്റെ ടേംസിൽ കൂടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ ആർക്ക്? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ജി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിക്കോ. നമുക്ക് എന്താ അറിയാം? ഇപ്പോ ജി × സ്മോൾ ജി ക്യാപിറ്റൽ ജി × മാസ് ഓഫ് ദ എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് മാസ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി? Density into volume. Mass is actually density into volume. Mass actually density into volume. And we know that Earth ഒരു സ്ഫിയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി വോളിയം എന്തായിട്ട് വരും? 4/3 π റേഡിയസ് ഓഫ് ദ ക്യൂബ്. കറക്റ്റ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ജി ഇൻറ്റു മാസ് ഓഫ് ദ എർത്ത്. മാസ് ഓഫ് ദ എർത്തിനെ നമ്മൾ ഡെൻസിറ്റി വോളിയം ടേംസിലേക്ക് മാറ്റാൻ പോകുന്നു. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈസ് 4/3 π r(e³ ഡിവൈഡഡ് ബൈ r(e²). Correct. No doubt. So square വെട്ടിപ്പോയി. So we will get G = capital G into rho 4/3 π re. നാല് ഡെൻസിറ്റി ടേമിലുള്ള ഇക്വേഷൻ. വായിച്ചിട്ട് പോവാൻ നമുക്ക് ജസ്റ്റ് നോക്കിക്കോ. This is our first equation. Correct. Gm/r². Okay. Gm/r². Then നമ്മൾ പിന്നെ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? = 4/3 π r(ρ g). ഓക്കെ. സോ അടുത്ത് നമുക്ക് വേരിയേഷനിലേക്ക് പോകാം. ഓക്കെ, എർത്തിന്റെ മുകളിലോട്ട് പോകുമ്പോൾ എർത്തിന്റെ താഴോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് സ്മോൾ ജി മാറുന്നത് നോക്കാം. സോ അടുത്ത് നമ്മൾ പഠിക്കുന്ന എന്താണ്? വേരിയേഷൻ ഇൻ ജി. Variation in G due to height. Variation in G due to height. Okay, simple ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, സ്ഫിയർ മരയില്ലല്ലോ. സ്ഫിയർ നമുക്ക് ഇത് വെച്ചാൽ നൈസ്. ഓക്കെ, സപ്പോസ് ഇതാണ് സെന്റർ ഓഫ് ദ എർത്ത്. എനിക്ക് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഇവിടെയുള്ള ജി കാണണം. സോ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം ജി = എന്തായിരിക്കും? Gm/r². കറക്റ്റ്. ആക്ച്വലി ആർ നമുക്ക് രണ്ട് കോമ്പണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ ചെയ്യാം? എർത്തിന്റെ സർഫസ് എന്നുള്ള ഹൈറ്റ് h ആൽ പിന്നെ സെന്ററിൽ നിന്ന് സർഫസ് വരെ ഉള്ളത് റേഡിയസ് ഓഫ് ദ എർത്ത് r. So I can write as Gm/r + h². Correct. Gm/r² എനിക്ക് ഇങ്ങനെ പുറത്തെടുക്കാം. എന്നിട്ട് 1 + h/r² എഴുതി കൂടെ ഇങ്ങനെയും എഴുതാം. ആക്ച്വലി Gm/r² എന്താണെടാ? ഈ Gm/r² എർത്തിന്റെ സർഫസിലുള്ള ജി അല്ലേ നമ്മൾ പഠിച്ച ജി. സോ ദിസ് ആക്ച്വലി G out. Okay, out means due to height. Okay, G out, that is G on the surface. So G out we can write as G divided by 1 + h/r². ഇതാണ് ഹൈറ്റ് കൊണ്ടുള്ള വേരിയേഷൻ. ഇതാണ് എന്ത്? ഹൈറ്റ് കൊണ്ടുള്ള വേരിയേഷൻ. ഓക്കെ, ഇനി ഇൻ കേസ് എർത്തിന്റെ സർഫസ് എന്നുള്ള എച്ച് വളരെ ചെറുതാണ് ആസ് കമ്പയർഡ് വിത്ത് റേഡിയസ്. ഓക്കെ, എനിക്ക് എങ്ങനെ എഴുതാം?
G out equal to G into 1 plus H by R whole raised to minus 2. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബൈനോമിയൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. G out is equal to G into 1 minus 2H by R. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്. ഓക്കെ, കറക്റ്റ്. യെസ്, ആക്ച്വലി പറയുന്നത് എന്താണെന്ന് അറിയാവോ? H should be very much less than RE. H actually should be less than 64 kilometer. Radius of earth എന്താണ്? 6400 kilometer. 64 kilometer താഴെയാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ നോക്കാം? G out is equal to G into 1 minus 2H by R. Correct? Yes. So, yeah. Back to NCERT again. Acceleration due to gravity below and above the surface of earth. So, നമ്മൾ ഫസ്റ്റ് above the surface of earth. അതാണ് ഞാൻ H ആക്കി പറഞ്ഞത്. Yeah. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. G H കണ്ട, G out G H equal to G into 1 plus H by RE all raised to minus 2. That is equivalent as this only. G at height H is equal to G divided by 1 plus H by RE whole square. ഇതിനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കോ, വളരെ ചെറുതാണെങ്കിൽ യൂസിങ് ബൈനോമിയൽ എക്സ്പ്രഷൻ യു ക്യാൻ റൈറ്റ് ദിസ് ഓൾസോ. ഇങ്ങനെയും എഴുതാം നമുക്ക്. G H is equal to G into 1 minus 2H by R. ഇങ്ങനെ എഴുതാം. ഈസി. യെസ്. ഓക്കെ, ഇനി നമുക്ക് ബിലോ ദ സർഫസ് ഓഫ് എർത്ത് അല്ലേ കണ്ടുപിടിക്കാനല്ലേ ജിയിലെ വേരിയേഷൻ. ബിലോ ദ സർഫസ് ഓഫ് എർത്ത് അതും കണ്ടുപിടിക്കാം. ഓക്കെ, ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. സപ്പോസ് എനിക്ക് ബിലോ ദ സർഫസ് ഓഫ് എർത്താണ് കാണേണ്ടത്. സർഫസ് എന്ന ഡിസ്റ്റൻസ് D, സ്മോൾ d. സോ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? R minus D. കറക്റ്റ്. സോ ഇങ്ങനെ എഴുതാം. G ഇൻസൈഡ് അല്ലേ, നേരത്തെ G ഔട്ട്സൈഡ് പഠിച്ചു. G ഇൻസൈഡ് ഈക്വൽ ടു GM by R cube into smaller. Correct. So GM by potential പറയുമ്പോൾ കുറച്ചും കൂടി എന്താ എളുപ്പമാവും. GM by R cube into R is actually R minus D. സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുന്ന അറിയാവോ? G inside equal to G into 1 minus D by R. G inside equal to G into 1 minus D by R. G inside equal to G into 1 minus D by R. G inside equal to G into 1 minus D by R. Correct? Correct allada? Yes. G inside equal to G inside equal to G into 1 minus D by R. G inside equal to G into 1 minus D by R. Okay. G പുറത്തുള്ളത് ഔട്ട് G by 1 plus D by R whole square. Correct? Yes. G by 1 plus D by R whole square. Correct? അടുത്ത നമുക്ക് എന്ത് പഠിക്കാം? Yeah, gravitational potential energy. Okay, next we are moving to gravitational potential energy. So എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിപ്പോയി? ഗ്രാവിറ്റേഷൻ ലോ പറഞ്ഞു, കോൺസ്റ്റന്റിനെ പറ്റി സംസാരിച്ചു, എക്സലറേഷനോട് ഗ്രാവിറ്റി വേരിയേഷൻ പറഞ്ഞു, ബിലോ ആൻഡ് അബോവ് സർഫസ് ഓഫ് പറഞ്ഞു. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു gravitational potential energy. Correct? Yeah. So let me explain gravitational potential energy. Yeah. Gravitational potential energy. Okay. So രണ്ട് മാസ് M1 M2 separated by distance R. രണ്ട് മാസ് ഉണ്ട്. ആരൊക്കെ? M1 M2 സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് R. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇവക്കിടക്കുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. മൈനസ് G M1 M2 ഡിവൈഡഡ് ബൈ R. R സ്ക്വയർ ഇല്ല, ഫോഴ്സിൽ R സ്ക്വയർ ഉണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ എനർജിയിൽ ജസ്റ്റ് R മാത്രം എഴുതുക. പിന്നെ ഒരു നെഗറ്റീവ് സൈനും കൂടി വരും. എന്തുകൂടി വരും? ഒരു നെഗറ്റീവ് സൈനും കൂടി വരും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ജസ്റ്റ് അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, എൻസൈറ്റിൽ എന്തൊക്കെയാ പറഞ്ഞാൽ നോക്കാം. Yeah, well, you know the concept of work done, force and displacement, using those concepts. Yeah, this is force. Yeah, this is our
potential. This is our potential energy, that is minus G m1 m2 by R. Correct? Yeah. So ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ माइनस ऑफ चेंज इन पोटेंशियल एनर्जी. हेलो, आवाज आ रही है? हाँ. आपका नेट स्टेबल नहीं है, बीच में कई बार इंटरप्ट हुआ है, राइट? और अभी तो स्क्रीन भी आपकी शेयर नहीं है अभी. सो कैन आई कंटिन्यू और ओके कंटिन्यू करिए आप. ठीक है, ये क्वेश्चन चाहे तो आप थोड़ा सा 1-2 मिनट पीछे जाने के बाद फिर से रीस्टार्ट करिए. ओके, ऑफ कोर्स सर, ऑफ कोर्स. സോ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. കറക്റ്റ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ജി m1 m2 by r. കറക്റ്റ്. മൈനസ് ജി m1 m2 by r. മൈനസ് ജി m1 m2 by r. ആൻഡ് നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് change in potential energy. Work done by conservative force is minus change in potential energy. Negative of the change in potential energy, and change in potential energy equal to change in potential energy equal to final potential energy minus initial potential energy. Final potential energy minus initial potential energy. Okay, change in potential energy is final minus initial. Work done by conservative force is negative of change in potential energy. Correct. Next, work done by external force. Work done by external force is what? That is just change in potential energy only. External force is work on just change in potential energy. Okay. Yes. So next നമുക്ക് NCERT problem ചെയ്യാം. എന്താണ് problem? Find the potential energy of a system of 4 particles placed at the vertices of a square of side L. Also obtain the potential at the center of the square. So, ഇതാണ് കണ്ടീഷൻ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാരണം ആദ്യം കാണേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കണ്ടീഷൻ. നമ്മൾ നമ്പർ ഓഫ് പെയർ കാണണം. ആ നമ്പർ ഓഫ് പെയർ കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് പെയർ കാണാനുള്ള ഇക്വേഷൻ ആണ് n into n-1/2. എന്താണിത്? നമ്പർ ഓഫ് പെയർ കാണാനുള്ള ഇക്വേഷൻ. എന്താണ്? n into n-1/2. ഓക്കെ, നമ്പർ ഓഫ് പെയർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n into n-1/2. സോ ഈ കേസിൽ എന്താണ്? ഒരു സ്ക്വയർ ആണ്, അതിന്റെ വേർട്ടിസിലാണ് എന്തുള്ളത്? മാസ് m ഉള്ളത്. സ്ക്വയറിന്റെ സൈഡ് L ആണ്. ഓക്കെ, സോ ഈസി ആയിട്ട് ചെയ്തു പോകാൻ കാണിച്ചു തരാം. So we got a square here. ഇവിടെ ഒരു മാസ് m, ഇവിടെ ഒരു മാസ് m. നമ്മൾ എന്താണ് കാണുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഈ സൈഡ് L. ഓക്കെ, ഓരോ സൈഡും L ആണ്. യെസ്. സോ ആദ്യം നോക്കുക. 4 ഇവിടെ n എന്താണ്? 4 കാരണം സ്ക്വയർ ആണ്. സോ നമ്പർ ഓഫ് പെയർ എന്തായിരിക്കും? n into n-1/2 അല്ലേ നമ്പർ ഓഫ് പെയർസ്. സോ 4 into 3/2 that is 6. സോ 6 പെയർ കാണും. ഓക്കെ, 4 പെയർ എങ്ങനത്തെ പെയർ ആയിരിക്കും? ഓക്കെ, ഒരു പെയർ, 2 പെയർ, 3 പെയർ, 4 പെയർ. അതായത് 4 പെയർ എങ്ങനത്തെ പെയർ ആയിരിക്കും? സോ ഇത് 1, ഇത് 2, ഇത് 3rd മാസ്, ഇത് 4th മാസ് ആണെങ്കിൽ സോ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ 1 and 2 എന്തായിരിക്കും? മൈനസ് G(m²/L). കറക്റ്റ്. ഇതുപോലത്തെ 4 ഉണ്ട് ഇൻറ്റു 4. കറക്റ്റ് ആയില്ലേ? ഇനി 2 കൂടി ബാക്കിയുണ്ട്. 2 ആരാണ്? 1 and 3 4 and 2 അല്ലെ? 1 and 3 4 and 2. സോ 1 and 3 4 and 2 അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 1ഉം 3ഉം അല്ലെങ്കിൽ 2ഉം 4ഉം തമ്മിൽ ഡിസ്റ്റൻസ് കിട്ടണം. അതെന്താണ്? ഇത് L, ഇതും L. സോ ഇതെന്തായിരിക്കും? ഒബ്വിയസ്ലി ബൈ പൈതഗോറസ് തിയറം √2L. കറക്റ്റ്. √2L² ദാറ്റ് ഈസ് √2L. സോ അത് എന്താണ്? മൈനസ് Gm²/√2L. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും സം ആയിരിക്കും.
ഇതിന്റെ രണ്ടിനെയും സം ആയിരിക്കും എന്ത്, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. കണ്ടോ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം കണ്ടോ? യാ, കണ്ട നമ്മൾ പറഞ്ഞ തന്നെ -4 × gm² / L then -2 × gm²/√12. കറക്റ്റ്. ഇത് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? കോൺസ്റ്റന്റ് പുറത്തെടുത്താൽ മതി. ഞാനിത് 2, ഇത് പ്ലസ് ആണ്, 2 പുറത്തെടുത്താൽ ഞാൻ ഇങ്ങനെ എഴുതാണ് 2 gm²/L മൈനസ്, സോ എന്ത് വരും, 2 + 1/√2. കറക്റ്റ്. എനിക്ക് വേണ്ടി ഇങ്ങനെ എഴുതാം അല്ലേ? അതിനാണ് എൻസൈറ്റിൽ ചെയ്തിരിക്കുന്നത്. കറക്റ്റ്. സോ ലാസ്റ്റ് സിമ്പിൾ -5.4 gm²/L. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഓൾസോ ഒബ്റ്റെയിൻ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ. ഓൾസോ ഒബ്റ്റെയിൻ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ. ഓൾസോ ഒബ്റ്റെയിൻ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ. സെന്റർ ഓഫ് ദ സ്ക്വയറിലുള്ള പൊട്ടൻഷ്യൽ കാണാം. സെന്റർ ഓഫ് ദ സ്ക്വയറിലുള്ള പൊട്ടൻഷ്യൽ കാണാം. നെക്സ്റ്റ് കാണേണ്ടത് സെന്റർ ഓഫ് ദ സ്ക്വയറിലുള്ള പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് -gm/r. എനർജി പറയുമ്പോൾ gm1 m2/r. കറക്റ്റ്. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. സോ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എനർജി അല്ല, പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. കണ്ടൂടെ? ആക്ച്വലി പൊട്ടൻഷ്യൽ എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. എപ്പം അത് ഒരു മാസ് യൂണിറ്റ് മാസ്. കറക്റ്റ്. യെസ്. സോ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഇവിടെ ഒരു യൂണിറ്റ് മാസ് ഉണ്ട്. യൂണിറ്റ് മാസ് മീൻസ് ഇതാണ് സെന്റർ. യൂണിറ്റ് മാസ് മീൻസ് 1 kg മാസ് ഉള്ള ഒരു മാസ് അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് 4 മാസ് ഇല്ലേ? യെസ്. ഇതൊക്കെയാണ് എം മാസ് ഉണ്ട്, എം മാസ്. ഓരോ സൈഡും എൽ അല്ലേ? ഇത് ഞാൻ ഫസ്റ്റ് മാസ്, സെക്കൻഡ് മാസ്, തേർഡ് മാസ്, ഫോർത്ത് മാസ്. നമ്മള് ഒരു മാസം സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം. കാരണം ഇനി നമ്മൾ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ ആണ് പറഞ്ഞത് അല്ലെ? സെന്ററിലുള്ള പൊട്ടൻഷ്യൽ ആണ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫുൾ ഡിസ്റ്റൻസ് എത്രയാണ്? ഡയഗണൽ √12. √12/2 ദാറ്റ് ഈസ് ആക്ച്വലി L/√2. സോ സെന്ററിന്ന് ഒരു മാസത്തിലേക്കുള്ള ഡിസ്റ്റൻസ് L/√2. അങ്ങനത്തെ ഈക്വലി 4 മാസ് ഉണ്ട് അല്ലേ? സോ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ വിൽ ബി -gm/L/√2. ഇങ്ങനത്തെ 4 ഇല്ലേ? × 4. സോ പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ വിൽ ബി ഇത് കിട്ടും 4√2 അല്ലെ? -4√2 gm/L. -4√2 gm/L. -4√2 gm/L. കറക്റ്റ്. കിട്ടിയില്ലേ? യാ. ഓക്കെ, നമുക്ക് യു വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഡസന്റ് മാറ്റർ. യു വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, യെസ്, ഈസി. യാ. എന്ത് പറഞ്ഞു? പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു, പൊട്ടൻഷ്യൽ പറഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മള് നോക്കാനുള്ളത് എന്താണ്? എസ്കേപ്പ് സ്പീഡ്. എന്താണ് നോക്കാനുള്ളത്? എസ്കേപ്പ് സ്പീഡ്. നമുക്ക് കിട്ടിയേ. നെക്സ്റ്റ് നോക്കാം എസ്കേപ്പ് സ്പീഡ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എസ്കേപ്പ് സ്പീഡ് ഓർ എസ്കേപ്പ് വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? അവിടെ വായിക്കാം. If a stone is thrown by hand, we see it falls back to the earth. Correct. Of course, using machines, we can shoot an object with much greater speed. The greater and greater speed the object gains in Earth's height. Correct. A natural query that arises in our mind. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചോദ്യം ചോദിക്കാവുന്നത്, can we throw an object with such high initial speed that it does not fall back to the earth? അതായത് എനിക്ക് ഒരു മാക്സിമം സ്പീഡ് എറിഞ്ഞാൽ, ആ ഒരു സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എറിഞ്ഞ പാർട്ടിക്കിൾ എർത്തിലേക്ക് തിരിച്ചു വരാത്ത കണ്ടീഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യെസ്. അങ്ങനെ ആ ഒരു വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി ഒരു സാധനം എറിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല? തിരിച്ചു വരത്തില്ല. സോ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് നമുക്ക് എസ്കേപ്പ് എനർജിക്ക് ഫോർമുല ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാം? എസ്കേപ്പ് എനർജി അല്ലെ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഞാൻ ഫോർമുല കണ്ടുപിടിക്കും. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ എർത്ത്. ഇതാണ് നമ്മൾ എർത്ത്. ഓക്കെ,
എർത്തിന്റെ മാസ് ഓഫ് ദ എർത്ത് ME, റേഡിയസ് ഓഫ് ദ എർത്ത് RE. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു സ്മോൾ മാസ് M എറിഞ്ഞു. എത്ര വെലോസിറ്റിയിൽ? V. ആ ഒരു V ആണ് എസ്കേപ്പ് വെലോസിറ്റി. ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഈസ് വെരി സിമ്പിൾ. കണ്ടീഷൻ എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ സ്പീഡ് V. കറക്റ്റ്. ഫൈൻഡ് സ്പീഡ് V so that particle reaches infinity. Infinity means തിരിച്ചു വന്നില്ല, അതല്ലേ അർത്ഥം. ഇൻഫിനിറ്റിയിലേക്ക് എത്തി. സോ കൺസർവേഷൻ ഓഫ് എനർജി ചെയ്യാം. ചേട്ടാ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലം സോൾവ് ചെയ്യാം. Initial energy, that is initial total energy means initial potential energy plus initial kinetic energy will be equal to final potential energy, sum of the final potential energy and final kinetic energy. What is the initial potential energy? Initial potential energy means നമ്മുടെ സ്മോൾ മാസ് M സർഫസ് ഓഫ് എർത്തിലാണ് ഉള്ളത്. ആ സമയത്ത് ഡിസ്റ്റൻസ് എത്രയാണ്? RE. ഇതായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മൈനസ് മാസ് ഓഫ് ദ എർത്ത് ഇൻറ്റു സ്മോൾ മാസ് M ഡിവൈഡഡ് ബൈ R, റേഡിയസ് ഓഫ് ദ എർത്ത്. കൈനറ്റിക് എനർജി എന്തായിരിക്കും? നമ്മൾ എറിഞ്ഞ വെലോസിറ്റി V അല്ലേ, അപ്പം കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു സ്മോൾ മാസ് M ഇൻറ്റു V സ്ക്വയർ, which will be equal to final potential energy. That means ആ ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തി, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലേക്ക് എത്തി. പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിരിക്കും, കൈനറ്റിക് എനർജിയും എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലേ? ആണ്. സോ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? മൈനസ് ഇങ്ങനെ എഴുതാം. കറക്റ്റ്. സ്മോൾ മാസ് നമുക്ക് കട്ട് ചെയ്യാം. So we will get V square equal to 2gm by R. That is our escape speed is equal to root of 2gm by R. Escape velocity, escape speed is equal to root of 2gm by R. Correct. Escape velocity properties പഠിക്കാം. കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിച്ചു പോകാം. കറക്റ്റ്. എസ്കേപ്പ് വെലോസിറ്റി ഒന്നാമത്തെ പ്രോപ്പർട്ടി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? സ്പീഡ് ടു എസ്കേപ്പ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്. Speed to escape gravitational field of Earth. Correct. Yes. Yeah. So നമ്മൾ ഗ്രാവിറ്റേഷണൽ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിക്ക് പഠിച്ച ഫോർമുലാസ് നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി is equal to root of 2gm by R. എന്താണ് G? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G, mass of the earth ME divided by RE. This is the first formula. വേറെ ഫോർമുല കൂടി നമുക്ക് ഇതിന്റെ എടുക്കാം. എസ്കേപ്പ് വെലോസിറ്റി റൂട്ട് ഓഫ് 2gRE. എങ്ങനെ കിട്ടുന്നത്? കാരണം സ്മോൾ g ഈക്വൽ ടു ക്യാപിറ്റൽ G M by R സ്ക്വയർ. അത് വെച്ചാൽ ഇത് കൂടി കിട്ടും, റൂട്ട് ഓഫ് 2gR. ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വെലോസിറ്റി എന്താ അറിയാവോ? എനിക്ക് കിട്ടിയ എസ്കേപ്പ് വെലോസിറ്റി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇൻസൈറ്റിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് ചെയ്തു. യെസ്, റൂട്ട് ഓഫ് 2gm by RE ഒന്നാമത്തെ ഫോർമുല. രണ്ടാമത്തെ ഫോർമുല റൂട്ട് ഓഫ് 2gRE അല്ലേ? കറക്റ്റ്. യൂസിങ് ദ value of small g and radius of earth numerically, the escape speed is approximately equal to 11.2 kilometer per second. This is called escape speed, sometimes loosely called the escape velocity. Equation 7.32, this is our equation, applies equally well to an object thrown from the surface of the moon with g replaced by the acceleration due to moon's gravity on its surface, and the radius of earth is replaced by the radius of the moon. Both are smaller than their values on earth. കാരണം earthനെ കമ്പയർ ചെയ്തിട്ട് മൂണില് സ്മോൾ g,
acceleration due to moon's gravity കുറവാണ്, radius of moon കുറവാണ്. The escape speed for the moon turns out to be 2.3 kilometer per second, about 5 times smaller than the Earth's escape speed. So Earth's escape speed 11.2 kilometer per second. Moon's surface escape speed 2.3 kilometer per second, actually 5 times കുറവാണ്. ആരെ കമ്പയർ ചെയ്തിട്ട്? Earthനെ കമ്പയർ ചെയ്തിട്ട്. This is the reason that moon has no atmosphere. Gas molecules formed on the surface of moon. മൂണിന്റെ സർഫസിലെ ഗ്യാസ് മോളിക്യൂൾസ് ഫോം ചെയ്താൽ having velocities larger than this, okay, escape the gravitational pull of the moon. അതായത് അവിടെ ഈ ഫോം ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസിന്റെ വെലോസിറ്റി ഗ്രാവിറ്റേഷണൽ പുള്ളിനേക്കാൾ കൂടുതലാണ്. സോ ഈസിലി എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്തു പോകുന്നു. എസ്കേപ്പ് ചെയ്തു പോകുന്നു. സോ ഇത് ആക്ച്വലി എന്താണ്? ഒരു ചോദ്യമാണ് അല്ലെ? എന്താണ് ചോദ്യം? വൈ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ? വൈ? ബിക്കോസ് then the values and the escape speed for the moon turns out to be 2.3 kilometer per second, about 5 times smaller. This is the reason that moon has no atmosphere, because gas molecules is formed on the surface of the moon having velocities larger than this. Therefore, for the gas molecules will escape easily the gravitational pull of the moon. We got a question here. Two uniform spheres of they are the mass capital M and 4m have a center to center separation 6r as shown in the figure. Okay, the two spheres are held fixed. A projectile of mass small m is projected from the surface of the sphere capital M directly towards the center of the second sphere. Correct? Obtain an expression for the minimum speed v of the projectile so that it reaches the surface of the second sphere. Again, നമുക്ക് എന്ത് ചെയ്യാം? കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് ചെയ്യാൻ പറ്റും. So the projectile is acted upon by two mutually opposing gravitational forces of the two spheres. So the neutral point N is defined as the position where the two forces cancel each other exactly. If the neutral point distance is small r from the first sphere center, so we can write, so the gravitational pull at neutral point will be 0. Okay, so gm m by r square equal to 4gm. Okay, 6r. Okay, correct. So we got neutral point is 2r. The neutral point r equal to minus 6r does not concern us in this example. Okay, it is sufficient to project the particle with a speed which would enable to reach n. Correct. ആദ്യം നമ്മൾ ന്യൂട്രൽ പോയിന്റ് കണ്ടുപിടിച്ചു. ന്യൂട്രൽ പോയിന്റ് thereafter greater gravitational pull of 4m would suffice. So the mechanical energy at the surface of capital M is kinetic energy half mv square minus gm r minus 4g. Okay, so രണ്ട് പൊട്ടൻഷ്യൽ എനർജി കാണത്തില്ലേ? Yes. As at the neutral point n, the speed approaches 0. The mechanical energy at n is purely potential. എന്തുകൊണ്ടാണ് ന്യൂട്രൽ പോയിന്റ് എന്നിൽ എത്തുമ്പം പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജി ഇല്ലാത്തത്? കാരണം അവിടെ എത്തുമ്പോൾ ന്യൂട്രൽ പോയിന്റ് എന്നിൽ എത്തുമ്പം ഫുള്ളി ഈക്വൽ ആണ്, ഫോഴ്സ് 0 ആണ്. From the principle of conservation of mechanical energy, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. കറക്റ്റ്? യെസ്. സോ ഇന്നുകൂടെ അവിടെ ചെയ്തോ. ഓക്കെ, അത് ന്യൂട്രൽ പോയിന്റ് എങ്ങനെ കണ്ടത്? ന്യൂട്രൽ പോയിന്റ് ഇങ്ങനെ കണ്ടു. gmm by r square equal to 4gmm by 6r minus r square. സോ എന്നൊക്കെ എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റും? ഫുൾ കട്ട് ചെയ്തൂടെ? 4r square equal to 6r square, that is 2r equal to 6r equal to, that is r equal to 2r. So അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? ആദ്യം ഞാൻ ന്യൂട്രൽ പോയിന്റ് കണ്ടുപിടിച്ചു. ന്യൂട്രൽ പോയിന്റ് ഈസ് 2 into capital R, 2r distance from the mass m. ന്യൂട്രൽ ഇനി നമ്മൾ ആദ്യം
ഓക്കെ ഈ സർഫസ് അവിടെയുള്ള ടോട്ടൽ എനർജി, ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടോ. കൈനറ്റിക് എനർജി എന്താ, ഇനീഷ്യൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്, ഇനീഷ്യൽ കൈനറ്റിക് എനർജി അത് അറിഞ്ഞ വെലോസിറ്റി ഹാഫ് എം വി സ്ക്വയർ. പൊട്ടൻഷ്യൽ, രണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ക്യാപിറ്റൽ മാസ് എം കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ബൈ ആർ. ഇനി 4m കൊണ്ടുള്ളത് -4 GMM by 5R. Correct? 5R. No. Yeah, 5R only. Yeah, 5R അല്ലേ. ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണ്? 5R. Correct. 6R minus R 5R. Yes. സോ അത് കിട്ടി. അടുത്ത ന്യൂട്രൽ പോയിന്റ് N. അവിടെ വെലോസിറ്റി ഉണ്ടാവത്തില്ല. സോ അവിടെ പ്യൂർലി ഓൺലി പൊട്ടൻഷ്യൽ എനർജി മാത്രമേ കാണൂ. -GMM/2R. ക്യാപിറ്റൽ മാസ് എം കൊണ്ട് 4m കൊണ്ടോ -4 GMM ഡിവൈഡഡ് ബൈ എത്ര കാണും? 4. Correct? Yes. So from the principle of conservation of mechanical energy, രണ്ട് കേസ് ഇനീഷ്യൽ ടോട്ടൽ എനർജിയും ന്യൂട്രൽ പോയിന്റിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും ന്യൂട്രൽ പോയിന്റിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജിയും എനിക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്തു ഞാൻ. അങ്ങനെ ഇക്വേറ്റ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ദിസ് ഈസ് ഇത്ര വെലോസിറ്റി അറിഞ്ഞാല്. സോ എന്താ ഇവിടെ പറയുന്നത്? എ പോയിന്റ് ടു നോട്ട് ഈസ് ദാറ്റ് the speed of the path projectile is 0 at neutral point N, but is non-zero when it strikes the heavier sphere 4M. The calculation of this speed is left as an exercise to students. Okay, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, സോ ബൈ എവരിവൺ. ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഫിനിഷ് ചെയ്യാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. ഓക്കെ, ബൈ, താങ്ക് യു.